നമസ്കാരം, ഏവർക്കും ഓണാശംസകൾ. നാടും ഇവിടെ ആയിട്ടുള്ള ഓണത്തിന്റെ വ്യത്യാസം നിനക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? നാട്ടിലൂടെ പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലബ്ബ് നമ്മുടെ ക്ലബിന്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസമൊന്നും ഇല്ല. കാരണം ഞാൻ ഇവിടെ വന്ന സമയത്ത്, പിന്നെ ആദ്യം വന്ന സമയത്ത് അന്ന് ക്ലബ്ബൊന്നും ആയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓണം വരും, ഇങ്ങനെ പോവും, അങ്ങനെ നമ്മളൊരു ഇതില്ല, പെരുന്നാളൊക്കെ ഇങ്ങനെ വന്ന് പോകുന്നുള്ളതല്ല. പക്ഷെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് രൂപീകരിച്ചതിന് ശേഷം അന്ന് മുതലേ നമ്മൾ 6 പേര് തുടങ്ങിയാണ്. 6 പേര് തുടങ്ങിയിടം മുതലേ നമ്മൾ ചെറിയ രീതിയിൽ ഇതെല്ലാം ആഘോഷിക്കുമായിരുന്നു. ഇതുപോലെ ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങൾ, സദ്യ, നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള സദ്യകളൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇപ്പം വളരെ വിപുലമായ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട് എല്ലാ വർഷങ്ങളിലും. പക്ഷെ ഈ പ്രാവശ്യത്തിന് പ്രത്യേകത കൂടെ ഉണ്ട്. നാട്ടിലും ഇവിടെ നമുക്ക് ഒരേപോലെ കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു ഇതുണ്ട്. നമ്മള് തുടക്കത്തില് ഫസ്റ്റ് കുറച്ചാകുമ്പോൾ ഈ പറഞ്ഞ പോലെ 2, 3, 4 ഫ്രണ്ട്സ് കൂടും. ചിലപ്പോൾ ഹോട്ടലിൽ നിന്ന് സദ്യക്കോ അല്ലെങ്കിൽ റൂമിൽ ക്ലബിലേക്ക് വന്ന് മെമ്പറായ ഒരു നാട്ടിലൊരു ഓണം രസത്തിലേക്ക് ഇവിടെ നമ്മുടെ പൂക്കളിടാൻ നമ്മൾ അത് ഒക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കള്, അവരുടെ ഫാമിലികള്, ഫുഡ് ഉണ്ടാക്കുക ഒക്കെ ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. അത് നമ്മള് നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ ആഘോഷിക്കുന്ന എൻജോയ് ചെയ്യുന്ന നാട്ടിൽ നമ്മളിപ്പോ നമ്മൾ മറ്റേ ഫ്രണ്ട്സ് അവരെ വീട്ടുകൾ ക്ഷണിക്കുമ്പോൾ സദ്യ കഴിക്കും പോരും. പിന്നെ അതിന്റെ മുന്നേ നമ്മൾ എൻജോയ് ചെയ്യുന്നത് സ്കൂളിലല്ലേ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ഈ പൂക്കളും മറ്റേ ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നു. അതേ ഒരു എൻജോയ്മെന്റ് നമ്മൾ തലേന്ന് മുതൽ ഇവിടെ ആ ക്ലബിൽ അത് തന്നെ ക്ലീനിങ്ങും പിന്നെ അതിന്റെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുക, അത് കളക്ട് ചെയ്യുക, പിന്നെ കളിയും തമാശയും കൂട്ടുകാർ ഒന്നുകൂടെ ഒരു എൻജോയ് ചെയ്യുന്ന നമ്മൾ ഇവിടെ ആണെന്ന് തോന്നുന്നത്. നാട്ടില് ഇപ്പൊ രാവിലെ പോവാ, സുഹൃത്തിന്റെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുക, നേരെ ഒരു പടം, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു യാത്ര, ഇതൊക്കെ തന്നെ. പക്ഷെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നതിന് ശേഷം, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആയതിനു ശേഷമാണ് നമ്മൾ ഇത്രയും എൻജോയ് ചെയ്ത് ഓണം ആഘോഷിക്കാൻ തുടങ്ങി. എന്തായാലും ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നു, നിങ്ങളും അതിൽ പങ്കുചേരുക. ഏവർക്കും ഓണാശംസ. ഓണം ശരിക്കും ആസ്വദിക്കുന്നത് ഞാൻ ഗൾഫിൽ വന്നതിന് ശേഷമാണ്. പ്രത്യേകിച്ച് തബൂക്കിൽ വന്നതിന് ശേഷം തബൂക്കിലെ മലയാളി കൂട്ടായ്മയും മലയാളിയായിട്ടുള്ള സുഹൃത്തുക്കളുടെയും കൂടെയാണ് കൂടുതലായും ഓണം ആഘോഷിച്ചിട്ടുള്ളത്. നാട്ടിൽ വെച്ച് ഓണം ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും വളരെ വിരളമായി തന്നെയാണ് ആഘോഷിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രവാസികളായ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിക്കുന്നത് ഒരുപക്ഷെ ഓണത്തിൻ്റെ അന്നായിരിക്കില്ല, അടുത്ത് കിട്ടുന്ന ഏതെങ്കിലും അവധി ദിവസങ്ങളിലായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എന്തുകൊണ്ടോ യാദൃച്ഛികമായി ഓണത്തിൻ്റെ അന്ന് തന്നെ അവധി കിട്ടുകയും നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുകയും സാധിക്കുന്നു. നല്ല ഒരനുഭവമാണ് പ്രവാസിയായ ഞങ്ങൾക്ക് ഈ ഓണത്തിന് കിട്ടുന്നത്. ഇന്ന് വെള്ളിയാഴ്ച അവധിയാണ്, എല്ലാവരും ഒത്തുകൂടുന്ന ദിവസമാണ്. പിന്നെ ഇന്ന് അത്തപ്പൂക്കൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലയാളികളെല്ലാവരും ഇവിടെ ഒത്തുകൂടി ഓണസദ്യ ഉണ്ടാക്കി, വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ടാക്കി വളരെ ഭംഗിയായി ഈ വർഷത്തെ ഓണം ഞങ്ങൾ ആഘോഷിക്കുന്നു. നമ്മൾ ഇന്നലെ തുടങ്ങിയ പരിപാടിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ നമ്മുടെ ഓണം ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇന്നലെ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. ചോറ്, സാമ്പാർ, അവിയല്, രസം, പച്ചടി, കാളൻ, പിന്നെ എല്ലാ ഐറ്റംസും റെഡിയാണ്. ഇനി നമ്മൾ കഴിക്കാൻ മാത്രമേ വേണ്ടിയുള്ളൂ. അപ്പൊ കഴിക്കാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങിയാണ് ആഘോഷം പൊളിച്ച്.
നമസ്കാരം, എൻ്റെ പേര് ഗിരീഷ്. ഞാനിവിടെ തബുക്കിൽ വന്നിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഞാനിവിടെ ലുലുവിലാണ് വർക്ക് ചെയ്യുന്നത്, അക്കൗണ്ടൻ്റായിട്ട്. ഈ ഒരു ക്ലബ്ബിൽ ഇവിടെ ഓണാഘോഷ പരിപാടിയാണ്. നാട്ടിൽ ഓണാഘോഷ പരിപാടിയാണെന്ന് എനിക്കറിയാം. ഞങ്ങളിവിടെ ചെറിയ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടത്തുകയാണ്. നാട്ടിൽ വലിയ രീതിയിൽ പരിപാടി നടത്തുമ്പോൾ ഞങ്ങൾ കുറച്ചാളുകൾ ഈ ഒരു ചെറിയ ക്ലബിൻ്റെ പേരിൽ ചെറിയൊരു രീതിയിൽ ഓണാഘോഷ പരിപാടിയാണ്. പക്ഷേ ഇത് ചെറുതാണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഇത് വലുതാണ്. ഞങ്ങൾക്കിത് ഇവിടെ ചെറിയ കേരളമാണ് ഞങ്ങൾ ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത്. പിന്നെന്താ, ഞങ്ങൾ ചെറിയ രീതി ഇവിടെ ആഘോഷിക്കുകയാണ്. ഇവിടെ സദ്യയുണ്ട്, അത്തപ്പൂക്കളുണ്ട്, ചെറിയൊരു കേരളം തന്നെ ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ആഘോഷം, ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് ഹാപ്പി. ഞങ്ങളുടെ സന്തോഷം നാട്ടിലുള്ള എല്ലാവരും കാണുക. ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ സങ്കടമൊന്നുമില്ല. ഞങ്ങളിവിടെ ആഘോഷിക്കുകയാണ് ഓണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഈ വർഷത്തെ ഓണം നമുക്ക് നാട്ടിൽ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ സങ്കടമായിരുന്നു. പക്ഷേ ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ കൂടെ നമ്മൾ ഒരു ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ ഹാപ്പി ഓണം. നമസ്കാരം. ഈ വർഷത്തെ ഓണ പരിപാടിയുടെ ഭാഗമായി തബൂക്കിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബ്ബ് എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഓണ സദ്യ സൽക്കാരമാണ് ഇവിടെ നടക്കുന്നത്. ഓണസദ്യ അതിഗംഭീരമായിരുന്നു. നല്ല മനോഹരമായ സദ്യ ഒരുക്കി ഞങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഇവിടെ കൂടിയ എല്ലാവർക്കും OICCയുടെ പേരിൽ ഓണാശംസകൾ നേരുന്നു. ഞങ്ങളെ ഇതിലെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ട എല്ലാവർക്കും ആദ്യം തന്നെ ഓണാശംസകൾ നേരുകയാണ്. ഏറ്റവും ബഹുമാന്യനായ ക്ലബിൻ്റെ രക്ഷാധികാരികളായിട്ടുള്ള പ്രിയപ്പെട്ട മുലയക്ക അലിയൻ അഷ്റഫ്ക, പ്രിയപ്പെട്ട പ്രസിഡന്റ് കുഞ്ഞിപ്പ, മറ്റു ക്ലബിൻ്റെ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഇവിടെ ചേർന്നിട്ടുള്ള മെമ്പർമാർ, നമ്മുടെ ഫാമിലി സഹോദരിമാർ, കുട്ടികൾ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2025 വർഷത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ ഓണം ആഘോഷിക്കുന്ന വേളയിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ൽ തബൂക്കിൻ്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന നമ്മുടെ ക്ലബ്ബ് നാട്ടിൽ മലയാളികളുടെ എല്ലാ ആഘോഷങ്ങളും അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ തബൂക്കിലെ എല്ലാ മലയാളികൾക്കും ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് തബൂക്ക് KMCCയുടെ എല്ലാവിധ ഓണാശംസകളും നേരുന്നതോടൊപ്പം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
ഖത്തറിലെ 20 വർഷത്തെ പ്രവാസത്തിന് ശേഷം സൗദിയിൽ ഒരു 4 മാസമായി വന്നിട്ട് സൗദിയിൽ വന്നന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ സൗദിയിലെ തബൂക്ക് പട്ടണത്തിലെ ഒരു മെയിൻ ക്ലബ്ബാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വന്ന മുതൽ തന്നെ അവരുടെ ഫുട്ബോൾ മേളയും മറ്റു പ്രോഗ്രാമുകളും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഓണാഘോഷം മലയാളികൾക്ക് എന്നും മനസ്സിൽ സന്തോഷം നിലനിർത്തുന്ന കുടുംബങ്ങളുടെ ഒരു സംഗമം. ഈ മരുഭൂമിയിൽ ഇത്രയും നല്ല ഒരു ഓണാഘോഷം അത് വളരെ മനോഹരമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നല്ല സദ്യയും മറ്റു കലാപരിപാടികളുമായിട്ട് മലയാളികളുടെ മനസ്സിന് കുളിർമ നൽകാൻ ഈ ഓണാഘോഷം എന്നും ഓർമ്മകളിൽ നിലനിൽക്കട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തബൂക്കിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ വർഷത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ 2025 വർഷത്തേക്കുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ ഓണാഘോഷം വളരെ വിപുലമായി സംഘടിപ്പിച്ചു. 100ഓളം വരുന്ന മെമ്പർമാർക്കും അവരുടെ കുടുംബത്തിനുമുള്ള ഓണസദ്യ ഒരുക്കിയും നിരവധി ഓണക്കളികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും സഹോദരിമാർക്കുമായി നടത്തുകയും അതിലുള്ള വിജയികൾക്കുള്ള സമ്മാനദാന വിതരണവുമാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെ അതിമനോഹരമായ ഓണപ്പൂക്കളം ഒരുക്കാനും നമ്മുടെ മെമ്പർമാർ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായ മനോഹരമായ നല്ലൊരു ഓണം പ്രോഗ്രാമായിരുന്നു ഈ വർഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്.